ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഹർത്താൽ എന്നത് അവസാന ആയുധമായി മാത്രമേ പ്രയോഗിക്കാവൂ എന്ന നയം CPM വ്യക്തമാക്കിയിരിക്കുകയാണ്. നല്ല കാര്യമാണല്ലോ ഇത്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഇന്ന് ഈ ഓർഡിനൻസിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. വൈകി വന്ന വിവേകം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സംഘപരിവാറിന്റെ അക്രമം കേരളത്തിൽ നടന്നപ്പോഴാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു വിവേകം കൈവന്നിരിക്കുകയാണല്ലോ സർക്കാരിന്. അല്ല, അപ്പോൾ അത് വൈകി വന്ന വിവേകം എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും അങ്ങനെ ഉണ്ടാകാറുള്ളൂ. CPM-ൻ്റെ വിവേകം എന്ന് പറഞ്ഞാൽ മതി, അത് വൈകി വന്ന വിവേകമാകും എന്നുള്ള ഒരു തർക്കവും വേണ്ട. പിന്നെ പാർലമെൻറ്റിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചതിനെക്കുറിച്ച് നിയമനിർമ്മാണം നടത്തണമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് ശ്രീ MP രാജേഷിൽ നിന്ന് അത്തരത്തിലൊരു മറുപടിയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. അദ്ദേഹം പറയുന്നു അവിടെ ശ്രീ രാഹുൽ ഗാന്ധി, ശ്രീ സോണിയാഗാന്ധി സീറ്റിലില്ലാത്ത സമയത്ത് അവതരിപ്പിച്ച് അത് നോക്കി ഒളിച്ചും പാത്തും പോയി അവതരിപ്പിച്ചാന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്ന് തരം താഴാവോ? അദ്ദേഹത്തെ പോലെ ഒരാൾ, ചെറുപ്പക്കാരിൽ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു MP ആണ്, വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഇടതുപക്ഷ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അത്തരത്തിലുള്ള മറുപടി ഒന്നുമല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മളതിൻ്റെ കാതലായ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളല്ലേ പറയേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് അത് മറുപടി ഇല്ലായിട്ടാവാം, ആയിക്കോട്ടെ. ഇനി കേരളത്തിൽ ഹർത്താൽ നടത്തിയതിനെക്കുറിച്ച് ഇവർ വൈകി വന്ന വിവേദം ഇത് ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് നടപ്പാക്കേണ്ടത് 2016 മുതൽ 2021 വരെ മാത്രമല്ല, അതിന് മുമ്പും അതിന് ശേഷവും നടപ്പാക്കാൻ ബാധ്യതയുള്ള കാര്യമാണ് എന്ന് ഇടതുപക്ഷത്തിന് ഓർമ്മ വേണം എന്ന് എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഒന്ന്. രണ്ട്, കേരളത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ 2 ഹർത്താൽ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഒന്ന് മഹിജയെ റോഡിലൂടെ വലിച്ചഴിച്ചതിൻ്റെ പേരിലും മറ്റൊന്ന് പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട്. അതിനോടൊക്കെ പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് അതിനോട് യോജിക്കുന്ന ആളാണല്ലോ ശ്രീ MP രാജേഷ്. അപ്പോൾ അത്തരത്തിൽ 2 പ്രധാനപ്പെട്ട ഹർത്താലുകളാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഹർത്താലുകൾ നടത്തിയിട്ടുള്ളത്. ഈ ഹർത്താലിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തിരിച്ചൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ പറയുന്നു ഞങ്ങൾ കൊണ്ടുവന്ന നിയമം കരിനിയമമാണ്, ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച ഹർത്താൽ നിയന്ത്രണ ബിൽ കരിനിയമമാണ് എന്ന് പറഞ്ഞ് തള്ളിയ ഇവർ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി ടൈറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീ MP രാജേഷിൻ്റെ പാർട്ടി പോട്ടെ, സംസ്ഥാന സർക്കാർ, അന്നത്തെ പാർട്ടിയാണല്ലോ ഇന്നത്തെ സർക്കാർ, അന്ന് പ്രതിപക്ഷത്തായിരുന്നേ ഉള്ളൂ, ആ സർക്കാർ ഇതിനെതിരെ അപ്പീൽ കൊടുക്കുമോ? അതോ നിങ്ങളിത് അംഗീകരിക്കുന്നോ? നിങ്ങൾ ഈ ഇന്നത്തെ ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ്, ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അന്നത്തെ നിയമത്തെ കരിനിയമമാണ് എന്ന് ഇപ്പോഴും ആ നിയമം കരിനിയമമാണെന്ന് നിങ്ങൾ പറയുന്നു? നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഹൈക്കോടതിയുടെ ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും ആ നിയമം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല? ഒന്ന്. മറ്റൊന്ന്, നിങ്ങൾ ഇപ്പോൾ പറയുന്നത് കേരള പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് പേയ്മെൻറ്റ് ഓഫ് കോമ്പൻസേഷൻ ആക്ട് ഓർഡിനൻസ് കൊണ്ടുവരികയാണ് 2019. നല്ല കാര്യം. ഇത് കൊണ്ടുവരുമ്പോൾ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി സംബന്ധിച്ചാണ്. ഗവൺമെൻറ് പ്രോപ്പർട്ടികൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി PDPP ആക്ട് അനുസരിച്ച് നിയമം നിലവിലുണ്ട്. അത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന് ഞാൻ മുമ്പേ സൂചിപ്പിച്ചു. അതനുസരിച്ച് 13/5/2015 കേരള അസംബ്ലിയിൽ നടന്ന ഒരു അതിക്രമവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, വളരെ പ്രശസ്തമായ സംഭവമാണ് ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ടുണ്ടായത്. 5 നിയമസഭാംഗങ്ങൾക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്ന കേസ് പിൻവലിക്കാൻ ഈ സർക്കാർ വന്നതിന് ശേഷം തയ്യാറായി എന്നുള്ള കാര്യം മഞ്ജുഷിന് അറിയാമല്ലോ. അതിൽ മറ്റു ചില ഇടപെടലുകൾ വന്നതിൻ്റെ പേരിലാണല്ലോ ഇപ്പോഴും അത് കേസുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾ അടിയന്തരമായി ഇടപെട്ട് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയി അതിൽ നിന്ന് കോമ്പൻസേഷൻ 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നാണ് അന്ന് കണക്കാക്കിയിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണുള്ളത്. ആ തുക അതിൻ്റെ പ്രതികളിൽ നിന്ന് കണ്ടെത്തി സർക്കാരിലേക്ക് അടയ്ക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? അവിടെയാണ് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നത്. നിലവിലുള്ള ഒരു നിയമം പോലും നിങ്ങൾ പാലിക്കപ്പെടാൻ തയ്യാറാകാതെ നിങ്ങൾ പുതിയ നിയമത്തെക്കുറിച്ച് പറയുന്നു. അപ്പം നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി മാത്രമാകരുത് നിയമം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ നേരത്തെയുള്ള PDPP ആക്ട് അനുസരിച്ച് അസംബ്ലിയിൽ നടത്തിയ MLA, ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ പ്രതിയായിട്ടുള്ള കേസിൽ അവരുൾപ്പെടെ നടത്തിയിട്ടുള്ള ഞാൻ ഇടപെടുകയാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല. കാര്യങ്ങൾ വ്യക്തമാണ്. സംഘപരിവാറിനെ നേരിടുന്നതിന് വേണ്ടി മാത്രമാണോ ഇപ്പോൾ കൊണ്ടുവരുന്ന ഓർഡിനൻസും മറ്റു കാര്യങ്ങളും എന്ന് മുൻകാല പ്രാബല്യം എന്തായാലും പഴയ കാര്യങ്ങൾ, നിലവിലുള്ള നിയമങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാകുമോ എന്ന് പൊതുമുതൽ നശിപ്പിക്കുന്ന കാര്യത്തിൽ അടക്കം. ഇടവേളയ്ക്ക് ശേഷം MP രാജേഷിന്റെ മറുപടി, അതോടുകൂടി അവസാനിപ്പിക്കാം. ശ്രീ MP രാജേഷ്, സൗഹൃദത്തിൻ്റെ ഭാഷയിലാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചോദിച്ചത്. ജ്യോതികുമാർ ചാമക്കാലയാകട്ടെ അല്പം രാഷ്ട്രീയം കലർത്തിയും ചോദിച്ചു. ഏതാണ്ട് ഒരേ കാര്യങ്ങൾ തന്നെയാണ് മറുപടി. ശ്രീ മുഹമ്മദ് ഷാ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ CPM വിരുദ്ധനായിട്ട് ചിത്രീകരിക്കുമെന്ന്. ഞാനങ്ങനെ ചിത്രീകരിക്കുന്നില്ല. കാരണം ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് ഷായുടെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാം. അതൊരു തെറ്റാണെന്ന് ഞാൻ പറയില്ല. അദ്ദേഹത്തിൻ്റെ
CPM വിരുദ്ധമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ ഞാൻ നിഷ്പക്ഷനാണെന്ന് അവകാശപ്പെടുമ്പോൾ മാത്രമേ എനിക്ക് എതിർപ്പ് വരുന്നുള്ളൂ. അതിനെ മാത്രമേ ചോദ്യം ചെയ്യുന്നുള്ളൂ. പിന്നെ രണ്ടുപേരും ഇവിടെ പറഞ്ഞത് നേരത്തെ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന നിയമം തന്നെ ഇപ്പോൾ വീണ്ടും കൊണ്ടുവരുന്നു എന്നാണ്, പേര് മാറ്റി കൊണ്ടുവരുന്നു എന്നാണ്. അത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. രമേശ് ചെന്നിത്തലയുടെ നിയമത്തിന്റെ ഉന്നം എന്നത് എന്തായിരുന്നു? ഹർത്താൽ തന്നെയായിരുന്നു. അങ്ങനെയല്ല പറഞ്ഞത്, കോടതി പറഞ്ഞതാണ്. കോടതി അംഗീകരിച്ചത് ഏതാണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞ ബില്ലിലുള്ള കാര്യങ്ങൾ തന്നെയാണെന്നാണ്. അത് അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ചാമക്കാല ചോദിച്ചത്. കോടതിയുടെ ഇന്നത്തെ ഇടക്കാല ഉത്തരവ് സ്വാഗതം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യമാണ്. അല്ല, കോടതിയുടെ ഇതുപോലൊരു പ്രധാനപ്പെട്ട വിഷയത്തിൽ പത്രവാർത്തയുടെ മാത്രം അടിസ്ഥാനത്തിൽ കോടതി വിധിയെ സംബന്ധിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കോടതി വിധിയുടെ വിശദാംശങ്ങൾ അത് ഏത് തരത്തിലാണ്, ഹർത്താൽ എന്ന അവകാശത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അല്ല, 7 ദിവസത്തെ മുൻകൂർ നോട്ടീസ് എന്നുള്ളതാണ് കാതൽ. 7 ദിവസത്തെ മുൻകൂർ നോട്ടീസ് അല്ല, ഒരു കാര്യത്തിൽ സംശയം വേണ്ട. അല്ല, ജ്യോതികുമാർ ചാമക്കാലയൊക്കെ പറയുമ്പോൾ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ കേട്ടുകൊണ്ടിരിക്കാറുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒരു പതിവ് രീതിയാണ് മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇടപെടുക. അതൊരു സംവാദ മര്യാദയല്ല. നമുക്കൊക്കെ പറയാനേ പറ്റൂ, മര്യാദയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ മാത്രമേ പറ്റൂ. അത് ഓരോരുത്തരും പാലിക്കേണ്ട ഒന്നാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് കോടതി വിധിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം 7 ദിവസത്തെ നോട്ടീസ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് അത്തരമൊരു ആവശ്യം അല്ലെങ്കിൽ കോടതിയുടെ അഭിപ്രായ പ്രകടനം വന്നത്? തോന്നുന്നത് പോലെ അർദ്ധരാത്രിക്ക് മറ്റും ഹർത്താൽ പ്രഖ്യാപിക്കുന്ന സ്ഥിതി ഉണ്ടായതുകൊണ്ടാണ്. ഞങ്ങൾ പൊതുവിൽ അങ്ങനെ ചെയ്യാറില്ല. ഞങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിച്ച ഹർത്താലുകളാണ് നടത്താറുള്ളത്. അതുകൊണ്ട് ഹർത്താൽ മുൻകൂട്ടി പ്രഖ്യാപിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് അംഗീകരിക്കാവുന്ന കാര്യം തന്നെയാണ്. ബാക്കി വിശദാംശങ്ങൾ സർക്കാർ പരിശോധിക്കും. കോടതി വിധിയെ സംബന്ധിച്ച് സർക്കാരും നിയമവകുപ്പും എല്ലാം വിശദമായിട്ട് പരിശോധിക്കും. അതിൽ രാഷ്ട്രീയവും നിയമപരവുമായിട്ടുള്ള മാനങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് അക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കുക. അതിപ്പോൾ ഞാൻ പറയേണ്ട ആളല്ല, ഞാൻ സർക്കാരിന്റെ പ്രതിനിധിയല്ലല്ലോ, ഞാൻ CPIM പ്രതിനിധീകരിച്ചാണല്ലോ. ശരി, മനസ്സിലാക്കാവുന്നതാണ്. നന്ദി ശ്രീ MP രാജേഷ്. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്, സമയമില്ലാതുകൊണ്ടാണ്. നന്ദി ശ്രീ MP രാജേഷ്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്. ഇനി വക്രദൃഷ്ടി.